റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ വന്നു. അവർക്കൊക്കെ അസ്രായീൽ വരുന്നത് കുറച്ച് നേരത്തെ തന്നെ അറിയാൻ പറ്റും. റൂഹ് പിടിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, അതിനു മുമ്പ് നമ്മൾ അറിയൂല. റൂഹ് പിടിക്കാൻ തുടങ്ങി, വേദന തുടങ്ങി, മലക്കുകളൊക്കെ വരുന്നത് കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന്. നമ്മൾ കാണുമല്ലോ, മലക്കുകൾ നമ്മൾ കാണും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്നു മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്നു മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. അള്ളാന്റെ മലക്കുകളെ കണ്ണുകൊണ്ട് കാണും, കണ്ടേ പറ്റൂ. നമ്മൾ ഇവിടെ മലക്കുകളുണ്ട്. നമുക്ക് ഇൽമിന്റെ സദസ്സിലിരിക്കുന്ന ഒരു കസേരയിൽ ഒരു മനുഷ്യന്റെ ചുറ്റുവട്ടത്ത് 10 മലക്കുകളുണ്ട്. നമുക്ക് കാണാൻ പറ്റൂല. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട്, നമ്മൾ കാണാൻ പറ്റൂല. നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കാവൂല. നമ്മൾ പറയില്ല, കൂട്ടുകാർ പറയില്ല, എടാ ഉപ്പ ഇല്ല, ഉമ്മ ഇല്ല, വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, നീ വന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ കൂട്ടുകാർ ഓടി വരൂലേ ബൈക്കൊക്കെ എടുത്തോണ്ട്. പക്ഷെ അങ്ങനെ നീ ഒരിക്കലും ഒറ്റയ്ക്കാവൂല എന്നാണ്. നിന്റെ കൂടെ മലക്കുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാവുമ്പോൾ നീ പറയേണ്ടത് എന്താണ്? ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഇന്നൊരു 10 റക്അത്ത് സുന്നത്ത് കാര്യമായിട്ട് നിസ്കരിക്കാം, അങ്ങനെ പറയണം. അല്ലാതെ കൂട്ടുകാരനെ വിളിച്ചിട്ടൊന്ന് ഒറ്റയ്ക്കാണ് യോ യോ എന്നല്ല പറയാനുള്ളത്. അങ്ങനെയാണല്ലോ പാട്ട്. ഡാഡി മമ്മി വീട്ടിലില്ല, നീ വാടാ നമുക്ക് സെറ്റപ്പ് ആക്കാന്നല്ലേ പാട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റയ്ക്കല്ല നമ്മൾ ഒരിക്കലും. നമ്മളോടൊപ്പം അള്ളാന്റെ മലക്കുകളുണ്ട്. നമുക്ക് കാണാൻ പറ്റൂല. മലക്കുകളെ നമ്മൾ കാണുന്നത് മരിക്കണ സമയത്ത് കാണും. 500 മലക്കുകളെ കാണും നമ്മൾ. അതാണ് കണ്ണിങ്ങനെ പുറത്തേക്ക് വരണത്. റബ്ബേ, മോള് പറയും ഉപ്പ ഇങ്ങോട്ട് നോക്ക്, ഉപ്പാടെ ഇളയ മോള. ഉപ്പ നോക്കും, മോളെ നോക്കിയ കാലമൊക്കെ പോയി. ഉപ്പ മലക്കുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉപ്പ ഒരുപാട് മോളെ നോക്കൂല. ഇത് കഴിഞ്ഞാൽ പിന്നെ അസ്രായീലിനെയാണ് കാണാൻ പോകുന്നത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ അസ്രായീൽ വന്നു. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കരയുമ്പോ അസ്രായീൽ ചോദിച്ചു, സഅദേ, എന്തിനാ നീ കരയുന്നത്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചവനേ, എന്റെ മക്കൾ ഒന്നുമായിട്ടില്ല റബ്ബേ, എന്റെ മക്കൾ എങ്ങും എത്തിയിട്ടില്ല റബ്ബേ. അവര് പക്വതയുള്ളതായി വളർന്ന് സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ ഒരു ആഗ്രഹമുണ്ട് റബ്ബേ. അവർക്കൊക്കെ എങ്ങനെ പറയാം? റുഷാദ് ബാഖവിക്ക് എങ്ങനെ പറയാൻ പറ്റോ? ഉട്ടുംതലയിലെ ഫൈസലിന് എങ്ങനെ പറയാൻ പറ്റോ? ഉട്ടുംതലയിലെ സുബൈറിന് എങ്ങനെ പറയാൻ പറ്റോ? ഒരിക്കലും പറ്റൂല. വാഹനാപകടത്തിൽപ്പെട്ട് ആംബുലൻസിനകത്ത് എടുത്തു കിടത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുമ്പോ അസ്രായീൽ വരികയാണ്. കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞൊന്ന് വളർന്നത് കണ്ടോട്ടെ, എന്റെ പൊന്നുമോളെ നിക്കാഹൊന്ന് കഴിഞ്ഞോട്ടെ, എന്റെ പൊന്നുമോനെ ഹിഫ്ദിന് ചേർത്തിരിക്കുകയാണ്, അവൻ അതൊന്ന് പൂർത്തിയാക്കട്ടെ. നല്ല ജീവിതം നയിക്കാനുള്ള ആഫിയത്തുള്ള ആയുസ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. നല്ല ആത്മാർത്ഥമായി ദീനിനെ സ്നേഹിക്കാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറയാൻ കഴിയുമായിരുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാണ്, എപ്പോ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന മഹാനാണ്. അതുകൊണ്ട് സഅദ് ബിൻ അബി എന്റെ മക്കൾ ഒന്നുമായിട്ടില്ല പടച്ചോനെ, പറക്കമുറ്റിയിട്ടില്ല തമ്പുരാനെ. അതുകൊണ്ട് എന്റെ മക്കളൊന്ന് വളരട്ടെ അല്ലാ, അവരെ ജീവിതം കാണാ കൊതിയുണ്ട് റബ്ബേ. 20 വർഷം കൂടി അല്ലാഹു പറയുന്ന അസ്രായീലിനോട് 20 വർഷം കൂടി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ആയുസ് നീട്ടിക്കൊടുക്കാൻ പടച്ചവൻ തീരുമാനിക്കുകയാണ്. 20 വർഷം കൂടി അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾ യതീമായ സങ്കടം തന്നെയാണ്. അടുത്ത സമയത്ത് എന്റെ ഒരു സുഹൃത്ത് പ്രസംഗത്തിന് പോയപ്പോ ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു പോയപ്പോ ആ മരണപ്പെട്ട വീട്ടിൽ ദുആ ചെയ്യാൻ പോകുമ്പോ മരണപ്പെട്ട സഹോദരന്റെ മക്കള്, കുഞ്ഞുമക്കൾ അടുത്തേക്ക് വന്നു.
ഈ മരണപ്പെട്ടു പോയ സഹോദരന്റെ ജ്യേഷ്ഠനോട് ആ ഉസ്താദ് ചോദിക്കുകയാണ്, ഈ മക്കളെ, ഈ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇനി എങ്ങനെയാണ് നോക്കുന്നത്? ജ്യേഷ്ഠൻ പറയുന്നു, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കണം ഉസ്താദേ, ഏതെങ്കിലും ഒരു യത്തീംഖാനയിൽ കൊണ്ടുവന്നാക്കണം. യത്തീംഖാനകൾ നല്ലതാണ്, നിലവാരമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും മരണപ്പെട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ മക്കളെ കുറിച്ച്, യത്തീമായ മക്കളെ കുറിച്ച് നമ്മുടെ കുടുംബത്തിലെ കൂടപ്പിറപ്പുകൾ എടുക്കുന്ന തീരുമാനം അതാണ്. മുട്ടുംതലയിലെ നിങ്ങൾ എന്തേ തീരുമാനിച്ചു പോയത്? നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ പൊന്നുപോലെ നോക്കുമെന്ന് തീരുമാനിച്ചോ? ഇന്ന് പണം അവരുടെ സ്വന്തം ആവശ്യത്തിന് പോലും തികയാത്ത കാലമല്ലേ എന്റെ കാസർഗോട്ടെ പ്രിയപ്പെട്ട ഉപ്പാ? സ്വന്തം ആവശ്യത്തിന് പോലും പണം തികയാത്ത കാലമാ പെങ്ങളെ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവേ ചെറിയ പ്രായത്തിൽ എന്റെ മക്കളെ നീ യതീമാക്കല്ലേ എന്ന് ദുആ ചെയ്തോ. കാസർഗോട്ടെ മുട്ടുംതല എന്ന പവിത്രമായ ദുആഇന് ഇജാബത്തുള്ള അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനുഭാവൻ കിടക്കുന്ന മണ്ണിലല്ലേ, ഈ മണ്ണിലിരുന്ന് ഹൃദയവേദനയോടെ പൊന്നുമോളെ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ മരിപ്പിച്ചുകൊണ്ട് എന്റെ പിഞ്ചുമക്കളെ നീ യതീമാക്കല്ലേ റബ്ബേ. കാരണം എന്തെന്നറിയോ? കൂടപ്പിറപ്പുകൾ എങ്ങനെയാണ് നോക്കുന്നത്? നിന്റെ വീട്ടുകാരും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നോക്കുന്നതിന് പരിധിയുണ്ട് പ്രിയപ്പെട്ടവള്, പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. അവരങ്ങനെ കാര്യമായ രീതിയിൽ എല്ലാ കാലവും നിന്റെ മക്കളോടൊപ്പം ഉണ്ടാവില്ല. എത്ര അനുഭവങ്ങളാണ് കാസർഗോഡ് തന്നെ, എത്രയോ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? യതീംഖാനയ്ക്കകത്ത് ഭക്ഷണം കഴിക്കാൻ പാത്രവുമായി നിങ്ങളുടെ മക്കൾ ക്യൂ നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് 6000-ന്റെയും 10,000-ന്റെയും ചെരുപ്പ് വേണമെന്ന് പറയുമ്പോ ആ മക്കൾക്ക് വേണ്ടി പൊരുവയിലത്ത് കിടന്ന് ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെട്ട ഹൃദയത്തിലെടുത്തു വെക്കുന്ന പ്രവാസികളായ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞത്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്, അതിർരേഖ വരച്ചിടണമെന്ന് പറഞ്ഞതിന്റെ പൊരുളതാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റബ്ബേ എന്റെ മക്കള് വളർന്നില്ല അല്ലാ, എന്റെ മക്കള് ചെറിയ പ്രായമാണ് റബ്ബേ, അതുകൊണ്ട് എന്റെ മക്കളൊന്ന് വളരട്ടെ, എന്റെ മക്കളൊന്ന് ഉഷാറാകട്ടെ, എന്റെ മക്കളൊന്ന് മുതിർന്നവരാകട്ടെ. എന്നിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ ഈമാനുള്ള ജീവിതം കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട അല്ലാ എന്റെ റൂഹ് പിടിക്കണമെന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാക്ക് സ്വീകരിച്ചിട്ട് 20 കൊല്ലം വരെ ജീവിക്കാനുള്ള ആയുസ് നീട്ടിക്കൊടുത്തെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പിന്നെ 20 കൊല്ലം ജീവിക്കാനുള്ള ആയുസ് കൊടുത്തു. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതം നല്ല പോലെ കാണാനുള്ള തൗഫീക്ക് തരട്ടെ അല്ലേ. കോഴിക്കോട് 4 ഖബർ വെട്ടിയിട്ടല്ലേ 2 മക്കളെയും ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവന്ന് അടക്കിയത്. എത്ര സംഭവം നടന്നു. ഇവിടെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഗൾഫിലെ മരണവും നാട്ടിലെ മരണവും തന്നെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വാതു പറഞ്ഞാൽ ഹൃദയം പൊട്ടി ഈ പള്ളിക്കകത്ത് നമ്മൾ സുജൂദിൽ കിടക്കും. എത്ര കുടുംബത്തിൽ ഇന്നും കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്ര വിധവകൾ, എത്ര യതീമീങ്ങൾ. അള്ളാഹു നമ്മെ കാക്കട്ടെ. പിന്നെ ഈ അപകടങ്ങളും മറ്റുമൊക്കെ മാറ്റിവെച്ചാൽ രോഗം, എത്ര രോഗമാണ് നമ്മുടെ ശരീരം. ഈ സിയാറത്തൊക്കെ, ഈ ഉറൂസൊക്കെ നടത്തണമെന്ന് പറയുന്നതും ഉറൂസിനൊക്കെ വന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. എത്ര രോഗമാണ് നമ്മുടെ